പാലക്കാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തായ പുതുശ്ശേരി ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലൂടെ 27 കിലോമീറ്റർ നാഷണൽ ഹൈവേ 544 കടന്നുപോകുന്നു. ഇൻഡസ്ട്രിയൽ ഏരിയ, പാടശേഖരങ്ങൾ, വനം തുടങ്ങി വ്യത്യസ്ത ഭൂ ഉപയോഗങ്ങളാൽ സമ്പന്നമാണ് ഈ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ പഞ്ചായത്തിലെ വാർഡുകളുടെ അതിർത്തികൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, റോഡുകൾ, ജലസ്രോതസ്സുകൾ, പാലങ്ങൾ, പാടശേഖരങ്ങൾ, മറ്റു ഭൂവിനിയോഗങ്ങൾ തുടങ്ങിയവ മാപ്പ് ചെയ്ത് സ്വതന്ത്ര മാപ്പായ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൽ ലഭ്യമാക്കുകയാണ് ഈ പദ്ധതി. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നടന്ന മാപ്പിങ്ങിന് നേതൃത്വം നൽകിയത് IIT പാലക്കാടാണ്. ഓപ്പൺ ഡാറ്റ കേരള പ്രവർത്തകരോടൊപ്പം എല്ലാ വാർഡ് മെമ്പർമാരും ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായി. നമസ്കാരം, ഞാൻ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അംബുജാക്ഷൻ. നമ്മുടെ ഈ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ള 88 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും വലുതും അതുപോലെ തന്നെ വിഭവ സ്രോതസ്സുകൾ അധികമുള്ളതും എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ വെല്ലുവിളികളും അതുപോലെ കൂടുതലുള്ളതായിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഇവിടെ ബഹുവിധത്തിലുള്ള ആക്ടിവിറ്റീസ്, അതായത് സാധ്യതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലയോര മേഖല ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് മെയിനായിട്ടും ആനയുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ, പുലി അതുപോലുള്ള പ്രശ്നങ്ങൾ ആ ഭാഗത്തുള്ള ജനങ്ങളും കർഷകരും നേരിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഭാഗം എന്ന് വെച്ചാൽ 700-ലധികം വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തന്നെ രണ്ടാമത്തെ വ്യവസായ വൽകൃതമായിട്ടുള്ള പഞ്ചായത്താണ്. അവിടെയും അതിൻ്റേതായ തരത്തിലുള്ള തൊഴിലാളികളും നമ്മുടെ സംസ്ഥാനത്തുള്ളവരും അന്യ സംസ്ഥാനത്തു നിന്നുള്ള അതിഥി തൊഴിലാളികളും ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളോട് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന വിധത്തിലുള്ള ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉൽപ്പാദന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഖരമാലിന്യങ്ങൾ, അതുപോലെ തന്നെ ദ്രവമാലിന്യങ്ങൾ, അതുപോലെ തന്നെ സ്മോക്ക് സംബന്ധിച്ച ഇഷ്യൂ, അങ്ങനത്തെ ഇഷ്യൂസും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതും ഒരു തന്നെ വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ 22ഓളം കിലോമീറ്റർ ദൈർഘ്യം ഹൈവേ ഈ പഞ്ചായത്തിലൂടെയാണ്, ദേശീയപാത 544 കടന്നു പോകുന്നുണ്ട്. പിന്നെ ജനസംഖ്യയും വളരെ 60,000-ഓളം ജനസംഖ്യയുള്ള പഞ്ചായത്താണ് നമ്മുടെ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ കുടിവെള്ള പ്രശ്നമാണ്. പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖല, പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തി വരേണ്ട വാളയാർ ഉള്ള മേഖലകൾ, മധ്യഭാഗം വരെയുള്ള മേഖലകൾ ഇപ്പോഴും കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വളരെ കഠിനമായിട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. ഇവിടെ പുഴകളും അതുപോലെ തന്നെ മലയും ജലാശയങ്ങളും ഉണ്ട് എങ്കിൽ കൂടി ഇതുപോലുള്ള വേനൽക്കാലങ്ങളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് സന്ദർഭങ്ങളിലും വളരെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ജിയോ സ്പേഷ്യൽ ഡാറ്റാബേസ് നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടും നമ്മുടെ പഞ്ചായത്തിന് വളരെ ഗുണപ്രദമാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് വളണ്ടിയേഴ്സ് മാത്രമല്ല, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ക്ലബ്ബുകൾ, വായനശാലകൾ, അതിലുപരി ഈ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ള സുമനസ്സുകളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ, അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ ജിയോ സ്പേഷ്യൽ ഡാറ്റാബേസ് നമ്മൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് ശേഷം പഞ്ചായത്തിൻ്റെ വികസനവും അതുപോലെ തന്നെ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇത് വളരെ ഉപകാരപ്രദമാകും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പഞ്ചായത്തും IITയും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് തല മാപ്പിങ്ങിൻ്റെ വാർഡ് തലത്തിൽ പൂർത്തീകരിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് നേരിടുന്ന വിഷയം പറയുന്നത് കുടിവെള്ള ക്ഷാമം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാളയാറ് അതേപോലെ കിഴക്കൻ മേഖലകളിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ. അതുകൂടാതെ തന്നെ മാലിന്യത്തിൻ്റെ പ്രശ്നം, പഞ്ചായത്ത് മാലിന്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതിനൊരു പ്ലാന്റ് കെട്ടാനും നമുക്ക് അതിൻ്റെ MCF കെട്ടാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അത് മുഖേന നമുക്ക് അതിനെന്താ ഒരു പരിഹാരം കണ്ടെത്താമെന്നുള്ള രീതിക്ക് നേരത്തെ നമ്മുടെ IITയും പഞ്ചായത്തും കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് IITൻ്റെ സപ്പോർട്ടോടു കൂടി ഇതിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്.